കെ.പി.സി.സിയിൽ ഈ മാസം തന്നെ പുനഃസംഘടന നടന്നേക്കും. കെ. സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റും. പുനഃസംഘടന ഉടൻ വേണമെന്ന തീരുമാനത്തിലാണ് എ.ഐ.സി.സിയും. സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച ചർച്ചകളും സജീവമായി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാവും പുതിയ പ്രസിഡന്റ്. കോൺഗ്രസിൽ അടിമുടി മാറ്റത്തിലുള്ള ഒരുക്കത്തിലാണ് ഹൈക്കമാൻഡ്. കേരളത്തിലും ഹൈക്കമാൻഡ് ഇടപെടൽ ഉറപ്പായി. ഈ മാസം അവസാനത്തോടെ കെ.പി.സി.സി തലപ്പത്ത് മാറ്റമുണ്ടാകും. കെ. സുധാകരൻ എം.പിയെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റും. പകരം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് വരും. ആന്റോ ആന്റണിക്കാണ് മുൻതൂക്കം. ക്രിസ്ത്യൻ സഭകളുമായുള്ള അടുത്ത ബന്ധമാണ് ആന്റോ ആന്റണിക്ക് അനുകൂല ഘടകം. വഖഫ് വിഷയത്തിലടക്കം കോൺഗ്രസിന്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പിലാണ് ക്രിസ്ത്യൻ വിഭാഗം. കാസ പോലുള്ള സംവിധാനങ്ങൾ രംഗത്ത് വരികയും അത് ബി.ജെ.പിയുമായി ചേർന്ന് പോവുകയും ചെയ്യുന്നത് ആശങ്കയോടെയാണ് കോൺഗ്രസ് കാണുന്നത്. ഈ സാഹചര്യത്തെ മറികടക്കുക എന്ന ലക്ഷ്യവും പുതിയ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനോട് കടുത്ത വിയോജിപ്പിലാണ് കെ. സുധാകരൻ എം.പി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിക്കണമെന്നാണ് സുധാകര ക്യാമ്പിന്റെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തെ മിക്ക നേതാക്കളും എ.ഐ.സി.സിയും പുനഃസംഘടന ഉടൻ വേണമെന്ന നിലപാടിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും അടിയന്തര പുനഃസംഘടന വേണമെന്നായിരുന്നു. നേരത്തെയും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇടപെട്ടാണ് പുനഃസംഘടന വൈകിപ്പിച്ചത്. കെ. സുധാകരനെ പെട്ടെന്ന് മാറ്റുന്നതിനോട് കെ.സി. വേണുഗോപാലിനും വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ഗുജറാത്ത് സമ്മേളനത്തിന് ശേഷം സ്ഥിതിഗതികൾ മാറി. പുനഃസംഘടന അനിവാര്യമാണ് എന്ന നിലയിലേക്ക് എ.ഐ.സി.സി എത്തുകയും ചെയ്തു. ഈ മാസം അവസാനത്തോടെ പുതിയ കെ.പി.സി.സി പ്രസിഡന്റിനെ എ.ഐ.സി.സി പ്രഖ്യാപിക്കാനാണ് സാധ്യതയെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. കെ. സുധാകരൻ മാറുമ്പോൾ മലബാറിൽ നിന്ന് തന്നെ കെ.പി.സി.സി പ്രസിഡന്റ് വേണമെന്ന വാദമുയർന്നാൽ പരിഗണിക്കുക പേരാവൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എം.പിയും കെ.പി.സി.സി പ്രസിഡന്റ് പദത്തിനായി കരുക്കൾ നീക്കുന്നുണ്ട്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.